നമ്മളിന്ന് ഒരു നമ്മുടെ ലോയിഡ് എ സിയുടെ ഇൻകമ്മിങ് ആയിട്ടുള്ള അകത്തെ യൂണിറ്റിൻ്റെ ബോക്സാണ് നമ്മളിന്ന് ഒരു കാറാക്കി എടുത്തിരിക്കുന്നത്. നമുക്ക് ആ കാറൊന്ന് കണ്ടു നോക്കാം. നമുക്കിവിടെ കാണാൻ കഴിയും, ഈ നമ്പർ പ്ലേറ്റ് KL4 ആണ്, CR7. പിന്നെ വരുന്നത് ടൊയോട്ടയുടെ എംബ്ലം, വൈപ്പർ, ഇതൊക്കെ ഉണ്ട്. പക്ഷേ വൈപ്പർ മൂവ് ചെയ്യിക്കണം. ഏത് വെഹിക്കിളാണിത്? ഇത് ഒരു സ്പോർട്സ് കാറാണ് സത്യമായിട്ട്. എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഇതാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ലംബോർഗിനിയുടെ ഇതാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ടൊയോട്ടയുടെ ഭംഗിയും പിന്നെ സ്വിങ് ഒക്കെ വെച്ചിട്ടുണ്ട്, സ്പോയിലർ. പിന്നെ ഇത് നമുക്ക് കാണുന്നതാണ്. പിന്നെ എക്സോസ്റ്റ് ഉണ്ട്. ഇതിന് ആപ്പാടെ ഗിയർ, ആക്സിലേറ്റർ ഒന്നും ഇല്ല. നമുക്കിവിടെ ഇത് കണ്ട ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതെ ഇവിടെ ഇതുണ്ട്, മറ്റേ നമുക്ക് സ്പീഡ് കൂട്ടാം. അങ്ങനെ സ്പീഡൊക്കെ കൂട്ടാൻ പറ്റും. പിന്നെ നിങ്ങൾക്കൊരു സംശയം കാണും, ഞാനിത് എങ്ങനെ ഓടിക്കുമെന്ന്. നിങ്ങൾക്കൊരു സംശയം കാണും ഞാൻ എങ്ങനെ ഇപ്പോൾ ഓടിക്കുന്നെന്ന്. ഇതാണ് ഇങ്ങനെ കയറണം. ആവശ്യം പിന്നെ നമ്മൾ ഈ സാധനം എടുക്കണം. ഇതാണ് അതിൻ്റെ ഐറ്റം. വണ്ടി എടുത്തിട്ട് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കഴുത്തേ ഇടും. ഒരു മാല കണക്ക്, വലിയ വീട്ടൊന്നും ഇല്ല. ഇതാണ് ഇതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതാ സ്റ്റിയറിംഗ് ആണിത്. ഇപ്പോൾ ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ ഇങ്ങനെയൊക്കെ പോവാം. ഇത് നമ്മളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും വല്ല ആവശ്യമല്ല ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അതിനുള്ള മറുപടി ആയിട്ട് വരുന്നതായിരിക്കും. നമ്മളിത് പശയൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പാടെ ടൂത്ത് പിക്കും റബ്ബർ ബാൻഡ് പിന്നെ വയറുകൾ പിന്നെ വള്ളിയൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ടൂത്ത് പിക്കുകാരനാണ് ഇതിൻ്റെ ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതേ നന്നായിട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടേ. ഇതേ കണ്ടത് ഇങ്ങനെ സ്പീഡ് കൂട്ടാനായിട്ട് പറ്റും. അതിനൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ തനിയെ ഉണ്ടാക്കിയതാണ്, ആരുടെ പ്ലാനല്ല. ഇതിന് അടുത്ത വീഡിയോ ആണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും നമ്മൾ ഉടനടി തന്നെ. അത് പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. എല്ലാവർക്കും ഒരു സംശയം കാണും, ഞാൻ ഇത്ര നാട്ട് എന്താ വീഡിയോ ഇടാത്തതെന്ന്. ഞാൻ കണ്ടന്റ് തപ്പി നടക്കുമായിരുന്നു. ഞാൻ വീഡിയോ ഇടുമ്പോൾ അത്ര കിട്ടത്തില്ല. മറ്റേ ക്രിസ്മസിൻ്റെ വീഡിയോ ഞാൻ ഇല്ലാത്ത വീഡിയോസിനൊക്കെ ലൈക്ക് കൂടുതലാണ്. അത് കാരണമാണ് എനിക്ക് വീഡിയോ ഇടാൻ കണ്ടന്റ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. കാരണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഇനി മൂലമുണ്ടല്ലോ, കാശ് കിട്ടുവാണെങ്കിൽ ഗിവ് അവേ ഒക്കെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഗിവ് അവേസ് ഒക്കെ വരും എല്ലാ ദിവസവും. നിങ്ങൾക്ക് ലൈക്ക് ചെയ്ത് കാശ് കിട്ടുവാണെങ്കിൽ താങ്ക് യു പറയാം. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. ഫ്രം ദ 50 to 5 2025 സെറ്റ്.